അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് 3rd സെമസ്റ്റർ അതിലെ ആയിഷ അത്തൈമൂരിയയുടെ കവിതയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1.4.1 ഇലാഹി സയ്യിദി അൻതൽ ജലീലു എന്ന ഭാഗം. ആയിഷ അത്തൈമൂരിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തിൽ വന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ആയിഷ തൈമൂരിയുടെ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം. പഠനത്തെ, സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ വളരെയധികം വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആരെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും സമൂഹത്തിൻ്റെ പിന്തുണയില്ലാത്ത കാലം, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ സാഹചര്യത്തിൽ അത്തരമൊരവസ്ഥ. അവിടെ പഠിച്ചു വളർന്നു വന്ന ഒരു ഉന്നത കുല തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് ആയിഷ. മാത്രമല്ല സ്ത്രീ വിദ്യാഭ്യാസം നേടേണ്ടവളാണ് എന്ന് അതിനു വേണ്ടി വാദിക്കുന്ന ഒരു സാഹിത്യകാരി കൂടിയാണ് ആയിഷ. ഈജിപ്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അവിടെ ഖാസിം അമീൻ എന്ന് പറയുന്ന വലിയൊരു നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹവും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്ന, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ആളാണ്. അവിടെ യഥാർത്ഥത്തിൽ ഖാസിം അമീനിൽ നിന്ന് ആയിഷ തൈമൂരിയ വ്യതിരിക്തനാവുന്നത്, ഖാസിം അമീൻ അന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിനപ്പുറം തെഹരീരുൽ മർഅക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അഥവാ ഖാസിം നോക്കിയത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. അവരെപ്പോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം പെണ്ണിന് വേണം, പെണ്ണ് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാവണം എന്ന രൂപത്തിലാണ് ഖാസിം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു പെണ്ണ് മതമൂല്യങ്ങൾ മുറുകെ പിടിച്ചു എന്നുള്ളത് കൊണ്ട് അവളുടെ ഭൗതിക മതവിദ്യാഭ്യാസങ്ങൾക്കൊന്നും അത് തടസ്സമല്ല എന്നാണ് ആയിഷയെ പോലെയുള്ളവർ രംഗത്ത് വന്നത്. അവർ പറഞ്ഞ് എൻ്റെ ഹിജാബും എൻ്റെ നിഖാബും എൻ്റെ പഠനത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ആയിഷ എന്ത് ചെയ്തിട്ടുണ്ട്, കവിതകൾ വരെ ആ സമയത്ത് എഴുതിയിട്ടുണ്ട്. അവൾ വലിയൊരു കവിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബാറൂദിൻ്റെ അത്ര എത്തിയില്ലെങ്കിലും ആ കാലത്ത് ബാക്കിയുള്ള എല്ലാ ആണുങ്ങളെപ്പോലും മികച്ചു നിൽക്കുന്ന കവയത്രിയാണ്. ഇവിടെ ആയിഷ തൈമൂരിയുടെ കവിതകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രസിദ്ധമായൊരു കവിത എന്ന് പറയുന്നത് അവളുടെ മകൾ തൗഹീദ മരിച്ചതുമായി ബന്ധപ്പെട്ട് അവൾ എഴുതിയ കവിതയാണ്. മകൾ മരിച്ചിട്ട് 7 വർഷത്തോളം അവൾ വിലാപകാവ്യങ്ങൾ രചിച്ചു കൊണ്ടിരുന്നു. കരഞ്ഞ് അവളുടെ കാഴ്ചകൾ വരെ നഷ്ടപ്പെട്ടു. ഇക്കാരണം കൊണ്ടാണ് അവളെപ്പറ്റി ഹൻസ അൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൻ്റെ ഹൻസ എന്ന പേര് ആ പേര് വരെ അവൾക്ക് വന്നിട്ടുള്ളത്. അവളുടെ ആ ഒരു മർസികളുടെ കൂട്ടത്തിൽ, ആ ഒരു റിസാഇൻ്റെ കൂട്ടത്തിൽ അവൾ തൻ്റെ മകൾ തൗഹീദയെ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നു. നാളെ അല്ലെങ്കിൽ ഉടനെ തന്നെ നാളെയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉടനെയുള്ള ദിവസങ്ങളിൽ കല്യാണം നടത്താൻ വേണ്ടി പറഞ്ഞേക്കാനുള്ള ഒരു യുവതിയായിരുന്നു തൗഹീദ. ആ പ്രായത്തിലെത്തുമ്പോഴാണ് അവൾക്ക് വലിയൊരു അസുഖം പിടിപെടുന്നത്. പല ഡോക്ടർമാരെ ചികിത്സ നടത്താൻ ശ്രമിച്ചു. പക്ഷേ അവസാനം ഡോക്ടർ പറഞ്ഞു അവൾ മരണത്തിലേക്ക് പോവുകയാണ് എന്ന ഒരു വിവരം കിട്ടിയപ്പോൾ ഈ തൗഹീദയുമായി ബന്ധപ്പെട്ട് അവളുമായിട്ടുള്ള ആയിഷയുടെ ഒരു സംസാരമുണ്ട്. ആ സംസാരത്തെ ഒരു കവിതയായിട്ട് അവൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം സങ്കടകരമായ രൂപത്തിലാണ് കവയിത്രി അവതരിപ്പിക്കുന്നത്, ആയിഷ അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇതെല്ലാം ഒരു പശ്ചാത്തലമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ആയിഷയുടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇലാഹി സയ്യിദി അൻതൽ ജലീൽ എന്ന കവിതയിലേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ കവി പറയുന്നത്, ഞാൻ കവി എന്ന് പറയുന്നത് കവയത്രിയാണെന്നുള്ള കാര്യം ഓർമ്മ വേണം, എൻ്റെ സംസാരത്തിലടക്കം അങ്ങനെ വരുന്നുണ്ട്. ഇലാഹി സയ്യിദി അൻതൽ ജലീലു ബിബാബി റജാഇകൽ അബ്ദു അദ്ദലീലു. അപ്പോൾ അവരെ ഒരു പശ്ചാത്തലം, അള്ളാഹുലേക്ക് അവൾ എല്ലാം അർപ്പിക്കുന്ന ഒരു സമയമാണ്. തൻ്റെ പൊന്നുമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഇന്നലകളിൽ ഞാൻ കവിതയ്ക്ക് വേണ്ടിയിട്ടും മറ്റും ജീവിതത്തിൽ പല തിന്മകൾ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവൾക്ക് കവിതകളൊക്കെ ഉണ്ട്. അത്തരം കവിതകൾ എന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു വാചകത്തിലൂടെ അല്ലെങ്കിൽ അത്തരമൊരു കവിതയാണ്, ആ ഒരു വിഷയമാണ് ഇവിടെ ആയിഷ അവതരിപ്പിക്കുന്നത്. ഇലാഹി, എൻ്റെ ഇലാഹേ, അള്ളാഹുവേ, സയ്യിദി, നീ എൻ്റെ നേതാവാണ്. അൻതൽ ജലീലു, നീ അൽ ജലീലാണ്, നീ ഉന്നതനാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ഉന്നതനായ അള്ളാഹുവേ, എൻ്റെ സയ്യിദേ, ബിബാബി റജാഇകൽ അബ്ദു ദലീലു, നിൻ്റെ പ്രതീക്ഷയുടെ കവാടത്തെങ്കിൽ ഇതാ ഒരു സാധുവായ അടിമ വന്നിരിക്കുന്നു. ബാബ് കവാടം, റജാ പ്രതീക്ഷ, അബ്ദ് അടിമ, ദലീൽ എന്ന് പറഞ്ഞാൽ ലഈഫ്
ദഈഫുൻ നഫ്സ് അല്ലെങ്കിൽ സഗീറുൻ നഫ്സ്, ഈ കൊച്ചു മനസ്കൻ, ഈ ദുർബലൻ, ഇതാ നിൻ്റെ പ്രതീക്ഷയുടെ കവാടത്തെങ്കിൽ വന്ന് മുട്ടുകയാണ്. നിൻ്റെ പ്രതീക്ഷ മാത്രമാണ് ഇനി എനിക്ക് രക്ഷയുള്ളത്. അതേ, ആ വന്നിരിക്കുന്ന സാധു ആരാണ്? ദലീൽ ആരാണ്? ദഈഫുൽ ഹാലി മുൻകസിറുൻ ഫഖീറു കസീറുൽ ഗയ്യി നാസിറുഹു ഖലീലു. ദഈഫുൽ ഹാൽ, എല്ലാ അവസ്ഥയും സാഹചര്യവുമെല്ലാം ഇതാ ദുർബലമായിട്ടുള്ളവളാണ്. മുൻകസിറുൻ, തകർന്നടിഞ്ഞവനാണ്. ജീവിതത്തിൻ്റെ സ്നേഹം കൈമാറാനുണ്ടായിരുന്ന പൊന്നുമോൾ മരണപ്പെട്ടു നിൽക്കുകയാണ്. മുൻകസിറുൻ ഫഖീറുൻ, സാധുവാണ്. കസീറുൽ ഗയ്യ്, ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട്. ഗയ്യ്, പിഴവുകൾ, ഈ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. നാസിറുഹു ഖലീലുൻ, സഹായിക്കാൻ കുറച്ച് ആൾക്കാരുള്ളൂ. നാസിറുഹു, ആ സാധുവിനെ സഹായിക്കുന്നവൻ ഖലീലു, വളരെ കുറച്ചാണ്. ഫഅൻത ലിദംബിഹി റബ്ബുൻ ഗഫൂറു, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നീ ആരാണ്? ലിദംബിഹി, അവൻ്റെ തെറ്റുകൾക്ക് റബ്ബുൻ ഗഫൂറുൻ, എല്ലാം പൊറുക്കുന്നവനും റബ്ബുമാണ്, എല്ലാം പൊറുത്ത് വളർത്തുന്ന രക്ഷിതാവാണ് നീ. കരീമുൻ, നീ മാന്യനാണ്, സ്നേഹമുള്ളവനാണ്, മാന്യനാണ്. എത്രത്തോളം മാന്യനാണ്? സഫ്ഹു സാമി ജസീലു, സഫ്ഹ് എന്ന് പറഞ്ഞാൽ അഫ്വൻ, സഫ്ഹു അവനോടുള്ള മാപ്പ് അല്ലെങ്കിൽ അവൻ്റെ മാപ്പ്, അസാമി ഉയർന്ന മാപ്പാണ്. അല്ലാഹുവേ, നിൻ്റെ മാപ്പ് ഉയർന്നതാണ്. ധാരാളമുള്ള മാപ്പാണ് നിന്നിൽ നിന്നുള്ളത്. അതേ, അങ്ങനത്തെ നിന്നിലേക്ക് ഞാൻ നിൻ്റെ പ്രതീക്ഷയുടെ കവാടത്തിങ്കിലേക്ക് ഇതാ ഈ സാധു വന്ന് മുട്ടിയിരിക്കുന്നു. ഖസത്തു ഹിമാക്കയ മൗലൽ മവാലി അറൂമുൽ അഫ്വ അമലുൻ ജമീലുൻ. ഖസത്തു, ഞാൻ ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഹിമാക്ക, നിൻ്റെ മഹാരിമുകളെ ഞാൻ ലക്ഷ്യം വെച്ച് പോയിട്ടുണ്ട്. മഹാരിം, ഹിമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാരിമുഹു എന്നാണ്. അള്ളാഹ് ഹറാമാക്കിനാണ് ഹിമല്ല അല്ല എന്ന് പറയില്ല. അപ്പോൾ അള്ളാഹുലേക്ക് ചേർത്ത് ഹിമ എന്ന് പറയൽ സാധാരണ ഹറാമുകൾക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഖസത്തു ഹിമാക്ക, കവി തൻ്റെ എല്ലാ തിന്മകളും തെറ്റുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. ഖസത്തു ഹിമാക്ക, നിൻ്റെ തെറ്റുകൾ, നീ വിലക്കിയിട്ടുള്ള ഹറാമുകൾ പലതും ഞാൻ ലക്ഷ്യം വെച്ചു. യാ മൗലൽ മവാലി, എല്ലാ മൗലകളുടെയും മൗലയായ, എല്ലാ ഉടമസ്ഥൻ്റെയും ഉടമയായ അള്ളാഹുവേ, ഇതാ നിൻ്റെ തെറ്റുകൾ പലതും ഞാൻ ലക്ഷ്യം വെച്ചു. ഇനി എനിക്ക് പ്രതീക്ഷ എന്താണ്? അറൂമുൽ അഫ്വ, അറൂമുൽ അഫ്വ അമലുൻ ജമീലുൻ. അറൂമുൽ അഫ്വ, അറൂമു അറ്റമന്ന, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ കൊതിക്കുകയാണ്. അൽ അഫ്വ, മാപ്പിനെ വിട്ടുവീഴ്ചയെ. അതാവട്ടെ അമലുൻ ജമീലുൻ, ഉന്നതമായ ഭംഗിയാർന്ന രൂപത്തിലുള്ള പ്രതീക്ഷയാണത്. ഖസത്തു ഹിമാക തസ്തറു ഖുബഹ ഐബി. ഖസത്തു ഹിമാക, നിൻ്റെ ഹറാമുകൾ പലതും ഞാൻ ലക്ഷ്യം വെച്ചു, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയി. തസ്തറു ഖുബഹ ഐബി, നീയാണ് എൻ്റെ ന്യൂനതകളുടെ ആ വഷളത്തരത്തെ, ആ ഖുബഹിനെ, ആ വൃത്തികേടുകളെ മറച്ചു വെക്കുന്നവൻ, സിറാക്കുന്നവൻ നീയാണ്. എൻ്റെ ന്യൂനതകളുടെ ഐബ് ന്യൂനത, ഖുബഹ് അതിലുണ്ടാകുന്ന ആ ഒരു വൃത്തികേട്, മോശം, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ആ ന്യൂനതകളുണ്ടല്ലോ, സംഭവിച്ചുള്ള ന്യൂനതകൾ, അതിലെ ഖുബഹുകളെ, അതിൻ്റെ മോശമായതിനെ മറച്ചു വെക്കുന്നവൻ നീയാണ്. എങ്ങനെ മറച്ചു വെക്കണം? ബിസിറിൽ മുസ്തഫ, മുസ്തഫയുടേതെല്ലാം നീ മറച്ചു കൊടുച്ച പോലെ അല്ലേ. അൽ മുസ്തഫറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പാപങ്ങളും, റസൂലുള്ളാഹിയുടെ പാപങ്ങളില്ല, വരാനിരിക്കുന്നതും വന്നുപോയതും എല്ലാ പാപങ്ങളും അല്ലാഹ് പൊറുക്കുമെന്ന് പറഞ്ഞതാണ്, എല്ലാം മറച്ചു വെക്കുമെന്ന് പറഞ്ഞതാണ് അല്ലേ. അങ്ങനെ നീ അതെത്ര വാക്ക് കൊടുത്തതാണ്, നീ അതെത്രമാത്രം ആ പ്രവാചകനെ നീ പരിശുദ്ധനാക്കി. അതുപോലെ ബിസിറിൽ മുസ്തഫ, മുസ്തഫയുടെ എല്ലാം രഹസ്യമാക്കുന്നത് പോലെ എൻ്റെയും പാപങ്ങൾ നീ രഹസ്യമാക്കണം. ഇന്നി ദഖീലു, ഞാൻ ആരാണ്? ഞാൻ ദഖീലാണ് എന്നാണ്. ദഖീലുൻ എന്ന് പറഞ്ഞാൽ താലിബുൽ മുസാഅദ, സഹായം അന്വേഷിക്കുന്നവനാണ് എന്നാണ്. ഞാനാരാണ്? ദഖീലുൻ, ഇതാ നിന്നിലേക്ക് സഹായം അന്വേഷിച്ച് വരുന്നവനാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ അർത്ഥം പറയാം, ഗൈറു അഹിലിൻ, അർഹനല്ല എന്ന് പറയും. ഞാനത് അർഹനല്ലെങ്കിലും അള്ളാഹുവെ നിന്നിലേക്ക് വന്നിരിക്കുന്നു. അജ്നബിയുൻ എന്നും പറയും ദഖീലിന്. ഞാൻ അതിന് യോഗ്യനല്ലെങ്കിൽ വിദേശിയാണ്, ഞാനതിന് വേണ്ടിയുള്ള ആളല്ല, ഈ നാട്ടുകാരനല്ല എന്നൊക്കെ പറയാം. ഇവിടെ ഈ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിന്നോട് ഇതാ സഹായമന്വേഷിച്ച് വന്നിരിക്കുന്നു, എൻ്റെ തെറ്റുകളും പാപങ്ങളും നീ മറച്ചു വെക്കണേ. മുസ്തഫയുടെ അൽ മുസ്തഫയുടെ രഹസ്യങ്ങളെപ്പോലെ. ഫഹാഷ അൻ തഖീബ ഫീക ളന്നി വഅൻത ലിഅബ്ദിക റാജി കഫീലു. ഫഹാഷ എന്ന് പറഞ്ഞാൽ കല്ല, അങ്ങനെയല്ല.
അല്ലെങ്കിൽ അങ്ങനെ അല്ല, സത്യമാണ്. ഫഹാഷാലില്ല എന്ന് അത്ഭുതത്തോടെ പറയും അല്ലേ. ഫഹാഷ അൻ തഖീബ ഫീക ലന്നി, എൻ്റെ പ്രതീക്ഷ നിന്നിലുള്ള ലന്ന്, എൻ്റെ പ്രതീക്ഷ ഒരിക്കലും അത് പാഴായി പോകുന്നതേ അല്ല. ഖാബ യഖീബു, അത് പരാജയപ്പെടുക. നിന്നിലുള്ള എൻ്റെ പ്രതീക്ഷകൾ ഇല്ല, അതൊരിക്കലും പരാജയപ്പെടുന്നതല്ല. വ അൻത ലിഅബ്ദിക റാജി കഫീലു, നിൻ്റെ ഈ സാധുവായ പ്രതീക്ഷിക്കുന്ന ഈ അടിമക്ക് മുന്നിൽ നീ കഫീലാണല്ലോ. കഫീൽ എന്ന് പറഞ്ഞാൽ ലാമിനുൽ ഈസാൽ ലിൽ ഇഹ്തിയാജാത്ത്, ആവശ്യങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഗ്യാരണ്ടി നിൽക്കുന്നവനാണ് കഫീൽ എന്ന് പറയാം. അപ്പോൾ പ്രതീക്ഷിച്ച് നിൻ്റെ അടുക്കലെത്തിയിട്ടുള്ള ഈ സാധുവായ അടിമക്ക് നീ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുമെന്ന് ഉറപ്പുള്ളവനാണ്. നിന്നിലൊരിക്കലും എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഫഇയകു ജുർമു അബ്ദിക ലൈസ യുഹ്സാ ഫഹുസ്നു റിളാക ലൈസ ലഹു അദീലു. ഫഇയകു ജുർമ് എന്ന് പറഞ്ഞാൽ ദംബ് എന്നാണ് അർത്ഥം, പാപം. ഫഇയകു ജുർമു അബ്ദിക, നിൻ്റെ സാധുവായ ഈ അടിമയുടെ പാപങ്ങളുണ്ടെങ്കിലും അതെങ്ങനെ ലൈസ യുഹ്സ, അളവറ്റ രൂപത്തിൽ എണ്ണാൻ കഴിയാത്തത്ര ഉണ്ടെങ്കിലും ഫഹുസ്നു റിളാക ലൈസ ലഹു അദീലു, നിൻ്റെ തൃപ്തിയുടെ ആ നന്മ, ഹുസ്നു റിളാക, നിൻ്റെ തൃപ്തിയിലൂടെ ഉണ്ടാകുന്ന നന്മയുണ്ടല്ലോ, ലൈസ ലഹു അദീലു, അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. നിനക്ക് മുന്നിൽ പാപങ്ങൾ, എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത സാധുവായ അടിമയാണെങ്കിലും നിന്നോട് നല്ലത് പ്രതീക്ഷിക്കുമ്പോൾ, നിൻ്റെ തൃപ്തിയിൽ നന്മ പ്രതീക്ഷിക്കുമ്പോൾ പിന്നെ അതിന് പകരമായിട്ട് വേറൊന്നും ഉണ്ടാവില്ല, അത് ധാരാളമായി നിന്നിൽ നിന്ന് ലഭിക്കും. ഫമല്ലി ഇൻ തുറത്ത വ അയ്യബാബിൻ, നീയെങ്ങാനും എന്നെ ആട്ടിവിട്ടാൽ, വ അയ്യബാബിൻ, ഏത് കവാടമാണ് പിന്നെ തൊറതറ ആട്ടിവിടുക, ആട്ടിയോടിക്കുക എന്നാണ്. അപ്പം എങ്ങനെയാണ്? നീയെങ്ങാനും ഫമൻ, അപ്പോൾ ആരാണ് ലി എനിക്കുള്ളത്, ഇൻ തുറത്ത, നീ ആട്ടിയകറ്റിയാൽ, അതെ അയ്യബാബിൻ, ഏത് കവാടമാണ്, ഉയമ്മിമു എന്ന് പറഞ്ഞാൽ അഖ്സുദു, ഞാൻ ലക്ഷ്യം വെച്ച് പോവുക. പിന്നെ ഏത് കവാടമാണ് എനിക്ക് മുട്ടാനുള്ളത്? ദൂനബാബിക യാ ജലീലു, അല്ലയോ ഉന്നതനെ, നിൻ്റെ കവാടമല്ലാതെ പിന്നെ ഏത് റഹ്മത്തിൻ്റെ കവാടമാണ് എനിക്ക് മുട്ടാനുള്ളത്? പിന്നെ ആരെനിക്ക് എൻ്റെ പാപങ്ങൾ പൊറുക്കും? ലഖദ് ഖാദ അശ്ശഖാഉ സിമാമ ഹത്ഫി, അല്ലേ? അശ്ശഖാ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യത്തിനാണ് ഷഖാ എന്ന് പറയുക. സിമാം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്, ഹത്ഫ് മരണം. അപ്പോൾ ഖാദ നയിച്ചു കൊണ്ടുപോയി. ലഖദ് ഖാദ അശ്ശഖാഉ, ആ ദൗർഭാഗ്യങ്ങൾ, വിപത്തുകൾ നയിച്ചു കൊണ്ടുപോയി. സിമാമ ഹത്ഫി, എൻ്റെ മരണത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് മരണത്തിലേക്ക് കൊണ്ടുപോയി. അല്ലേ? ലിവാദി ഖജലത്തി ബിഇസദ്ദലീലു, എവിടേക്കാ കൊണ്ടുപോയത്? എൻ്റെ മരണത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് ദുർഭാഗ്യങ്ങളും വിപത്തുകളും നയിച്ചു കൊണ്ടുപോയി. ലിവാദി, എൻ്റെ താഴ്വരയിലേക്ക്, അഥവാ അതൊക്കെ വഹിച്ചു കൊണ്ടുവന്നു, എൻ്റെ താഴ്വരയിലേക്ക് അത് കൊണ്ടുവന്നു, എൻ്റെ മുന്നിലേക്ക് ഇട്ടുവന്നു. എൻ്റെ മരണവുമായി മുന്നിൽ കാണുന്ന എല്ലാ വിപത്തുകളും കൊണ്ടുവന്നു. ഖജ്ലത്തി, എൻ്റെ ലജ്ജയെ വിളിക്കണം, എനിക്ക് നാണമാകുന്നത് പറയാൻ പറ്റണില്ല. ബിഇസദ്ദലീലു, അങ്ങനെ വഴി കാണിച്ചു കൊടുത്ത് കൊണ്ടുവന്നത് എത്ര മോശമാണ്, അതെത്ര മോശമായ സ്ഥലമാണ്. എൻ്റെ മുന്നിൽ ഒരുപാട് വിപത്തുകൾ ഇതാ വന്നിരിക്കുന്നു. ഫഅൈന അഫ്റുദു മിൻ ശൈത്വാനി നഫ്സി വമിൻ അമ്മാറത്തി ഐന സബീലു. മുകളിൽ പറഞ്ഞെടുത്ത് എങ്ങനെയും വേണമെങ്കിൽ പറയാം. എൻ്റെ വാദിയിലേക്ക്, എൻ്റെ താഴ്വരയിലേക്ക് എന്ന് പറഞ്ഞാൽ ആ താഴ്വര എന്താണ്? ഹജ്ലത്തി, ഞാൻ ലജ്ജ സ്വീകരിക്കേണ്ട മേഖലയാണ്, നാണം സ്വീകരിക്കേണ്ട മേഖലയാണ്. പക്ഷെ അതിലേക്കൊക്കെ എന്ത് ചെയ്തു? ഇത് കടന്നു വന്നു എന്ന രൂപത്തിൽ വേണമെങ്കിലും അതിനർത്ഥം പറയാവുന്നതാണ്. ഏതായാലും ഫഅൈന അഫ്റുദു മിൻ ശൈത്വാനി നഫ്സി, നാണങ്ങളെ, ലജ്ജയില്ലാതെ തിന്മകൾ ചെയ്തപ്പോൾ ഫഅൈന അഫ്റുദു, എവിടെ ഞാൻ ഒറ്റക്കായി പോകും, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും? മിൻ ശൈത്വാനി നഫ്സി, എൻ്റെ മനസ്സിൻ്റെ ശൈത്താനിൽ നിന്ന്, എൻ്റെ മനസ്സിൻ്റെ പിശാച്ചിൽ നിന്ന്, അല്ലേ? എൻ്റെ മനസ്സിനെ തെറ്റിക്കുന്ന പൈശാചിക ദുർബോധനങ്ങളുണ്ട്, അതിൽ നിന്ന് എനിക്ക് അഫ്റദുൻ, എനിക്ക് ഒറ്റക്കാവാൻ കഴിയുക, അതിന് ശൈത്താനെ വിട്ട്, അഥവാ എൻ്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് എവിടെ സാധിക്കുന്നു? അമിൻ അമ്മാറത്തി ഐനസ്സബീലു, ഐനസ്സബീലു, ഇവിടെ പറയുന്നതാണ് തിന്മ കൽപ്പിക്കുന്ന എൻ്റെ മനസ്സിൽ നിന്നും എവിടെ എനിക്കൊരു രക്ഷാവഴി? അമിൻ അമ്മാറത്തി, അമ്മാറത്തിന് തിന്മ കൽപ്പിക്കുന്ന മനസ്സ്, ഐനസ്സബീലു, എവിടെ എനിക്ക് രക്ഷാമാർഗം? നേരത്തെ പറഞ്ഞ ഐന അഫ്റുദു മിൻ ശൈത്താൻ നഫ്സിനാൽ എനിക്ക് എങ്ങനെ ഏകനായി തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിയാൻ സാധിക്കും? അലീമുൽ അഫ്വി ഇൻ അദുമത് ദുനൂബി, അതേ എൻ്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ
എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ മനസ്സെന്നോട് ഇച്ഛകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു പോയി. ഇനി എന്തേ പരിഹാരമുള്ളൂ? അലീമുൽ അഫ്വി, ആ മഹത്തായ മാപ്പ് മാത്രം. അതേ റബ്ബേ, നിൻ്റെ മാപ്പ് മാത്രം. ഇൻ അലുമത് ദുനൂബി, എൻ്റെ പാപങ്ങൾ അതിനേക്കാളും ഗൗരവമായിട്ടുണ്ട്, എങ്കിലും അതിനപ്പുറമുള്ള നിൻ്റെ പാപമോചനം. ഫലി അമലുൻ, എനിക്ക് പ്രതീക്ഷയുണ്ട്. ലി അഫ്വിക, നിന്നിൽ നിന്നുള്ള മാപ്പ് എനിക്ക് കിട്ടും. ലായസൂലു, അതൊരിക്കലും നീങ്ങിപ്പോവുകയില്ല. ആ പ്രതീക്ഷ എന്നിൽ നിന്നൊരിക്കലും നീങ്ങിപ്പോകാത്ത നിൻ്റെ മാപ്പ് എനിക്ക് ലഭിക്കും. യുഹിബ്ബുക ലിർറിളാ തർദാ അലാ മൻ അതാലക വഹുവ മുഅ്തരിഫുൻ ദലീലു. യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ലിർറിള, നിൻ്റെ റിളയെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്നവർക്ക് തർദാ അലാമൻ, നീ ഒരുത്തനെ ഇഷ്ടപ്പെടുമല്ലോ, തൃപ്തിപ്പെടുമല്ലോ. എങ്ങനത്തെ ഒരുത്തൻ? അതാലക്ക, നിന്നിലേക്ക് വരുന്നവനെ നിനക്ക് ഇഷ്ടമാണല്ലോ. തൗബ ചെയ്ത് മടങ്ങുന്നവനെ നിനക്ക് ഇഷ്ടമാണല്ലോ. നിന്നിലേക്ക് ഇതാ നിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് വന്നിരിക്കുന്നു. വഹുവ മുഅ്തരിഫുൻ ദലീലു, അവനെല്ലാം അംഗീകരിക്കുന്നുണ്ട്, അവൻ ദലീലാണ്, സാധുവാണ്. ഫഅൻതൽ ഹയ്യു, നീയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മുഹീ കുല്ലി ഹയ്യിൻ, ജീവനുള്ളതിനെല്ലാം ജീവിപ്പിച്ചവനും നീ ആണ്. വഅൻത ലിമൻ ദആ നിഅമൽ വകീലു, നീയാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും അർഹനായവൻ. വഅൻത, നീ ലിമൻ ദആ, പ്രാർത്ഥിക്കുന്നവനുള്ളവനാണ് നീ, പ്രാർത്ഥിക്കുന്ന ഉത്തരം നൽകും. നിഅമൽ വക്കീലു, ഭരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് നീ. ഓക്കെ, അപ്പോൾ തീർത്തും ഒരു തൗബയും മഗ്ഫിറത്തും ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. ഇതിൽ വേർഡ് മീനിങ് ഒക്കെ താഴെ നിങ്ങളിതിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കണം. പിന്നെ ഷറഹുൽ ഖസീദയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്കത് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.